പറയുകയാണ്. പിന്നെ ടൊവിനോ ഈ സിനിമയിൽ ഞാൻ അറിയാം കേട്ടോ, സിനിമകളാകുമ്പം ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ എപ്പോഴും സ്വാഭാവികമാണ്. ടൊവി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞങ്ങളിപ്പോൾ ചെറിയ പിണക്കത്തിലാണ്. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടി കാര്യങ്ങൾക്ക് ചിലപ്പോൾ പിണങ്ങും. അങ്ങനെയാണ്, സിനിമയോട് അത്രയും പാഷനുള്ള ഒരാളാണ്. അപ്പം ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പിണങ്ങും, അല്ലെങ്കിൽ അപ്പം തന്നെ അത് മാറിയിട്ടിട്ട് ഇണക്കവും പിണക്കവും ഒക്കെ ഉള്ള ഒരാളാണ്. കാരണം ഒരു ഈഗോ നോക്കാതെ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഒരു പരിപാടിക്ക് പോലും വിളിച്ചപ്പോൾ വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന പരിപാടിക്ക് 5 മണിയായപ്പം വിളിച്ചപ്പോൾ വന്നയാളാണ്. ഉച്ചയ്ക്ക് എൻ്റെ സിഫ എന്ന് പറയുന്ന ഒരു സ്കൂളിൻ്റെ പ്രോഗ്രാം നടന്നപ്പോൾ 1 മണിക്ക് നടക്കുന്ന പരിപാടിക്ക് 12:30 വിളിച്ചപ്പം വന്ന ഒരാളാണ് ടൊവിനോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം സിനിമയ്ക്കുള്ളിൽ മാത്രമാണ് ഞാൻ ടൊവിനോട് വീണ്ടും പറയുകയാണ്. പിന്നെ ടൊവിനോ സിനിമയുടെ ഒരു ഇതാട്ടോ, ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും എല്ലാം ഭയങ്കര ആഗ്രഹക്കാരാണ്. ഇപ്പം എൻ്റെ ഒരു സിനിമ ഏറ്റവും ബെസ്റ്റ് ആകാനേ ഞാൻ നോക്കുള്ളൂ, ഒരിക്കലും ഞാനത് ഇതാവത്തില്ല. ടൊവിക്ക് ഇനിയും ഈ സിനിമ പല ലാംഗ്വേജുകളിൽ ഭയങ്കര പബ്ലിസിറ്റിയോടുകൂടി വേറെ ലെവലിൽ വരണമെന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, ചിലപ്പോൾ അത് എന്നെ കൊണ്ടിട്ട് കുറച്ച് പൊടിക്ക് ഒരു സാധ്യത കുറവായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ടൊവിനോട് ഞാൻ സോറി പറയുകയാണ്, ഒന്നും തോന്നരുത്. ഞാൻ പറയുന്നത് അപ്പം അത്രയും ആഗ്രഹമുള്ള ആളാണ്. അപ്പം ഓരോ സിനിമ ടൊവിയോട് സംസാരിക്കുമ്പോൾ അറിയാം, ടൊവി അത്രയും ഓവർ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമയെ പറ്റി പറഞ്ഞത്. ഈ സിനിമയെ പറ്റി നിങ്ങൾക്കറിയാം, ഒരു റോള് ചെയ്യണേ തന്നെ എനിക്ക് ഭയങ്കര പാടാണ്.